Good morning. It is a pleasure to be with you again. എല്ലാവരോടുമൊപ്പം ഇന്ന് പ്രഭാതത്തിൽ ആയിരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. I hope you had a good sleep. എല്ലാവരും നന്നായിട്ട് ഉറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And we are about to continue our journey through the Adventist history. അഡ്വന്റിസ്റ്റ് സഭാ ചരിത്രത്തിലൂടെ നമ്മുടെ യാത്ര നാം വീണ്ടും തുടരുകയാണ്. How many are enjoying this history? ഈ ഒരു അനുഭവ കഥകൾ കേട്ട് എത്ര പേരാണ് അത് ആസ്വദിക്കുന്നത്? This is your history. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്രമാണ്. We are continuing what they lived and the mission they had. അവർക്ക് ദൈവം നൽകിയ ദൗത്യം എപ്രകാരമാണോ അവർ ചെയ്തത്, ആ ദൗത്യത്തിൽ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. It now falls on us to be faithful and to preach the gospel of Christ. അവർ ചെയ്ത യാത്ര പിന്തുടരുവാൻ, വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. May the Lord give us the strength, the courage and the wisdom to fulfill the mission. ദൈവം നൽകിയ ആ ദൗത്യത്തെ പൂർത്തിയാക്കുവാൻ പരിശുദ്ധനായ ദൈവം ബലവും ശക്തിയും എല്ലാവിധമായ ജ്ഞാനവും നമുക്ക് നൽകട്ടെ. In the last lecture we were talking about William Miller. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വില്യം മില്ലറിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. And you remember he was a farmer. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. And he didn't know much about the Bible. അദ്ദേഹത്തിന് വേദപുസ്തകത്തെക്കുറിച്ച് ധാരാളമൊന്നും അറിയില്ലായിരുന്നു. But at one point in time he decided to study the Bible. എന്നാൽ ഒരു പ്രാവശ്യം, ഒരു ദിവസം ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി അദ്ദേഹം തീരുമാനിച്ചു. The Bible and the Bible only. വേദപുസ്തകം മാത്രം പഠിക്കണം എന്ന് തീരുമാനം. And sometimes we may get confused as to what does it mean, the Bible and the Bible only. ചില സമയത്ത് വേദപുസ്തകം മാത്രം എന്ന ചിന്ത നാം പഠിക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാകാറുണ്ട്. So in order to understand the meaning of what the Bible and the motto, the Protestant motto, the Bible and the Bible only means, പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ആപ്തവാക്യമായിരുന്നു ബൈബിൾ മാത്രം. എന്താണ് സത്യത്തിൽ ആ ഒരു ആപ്തവാക്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? we need to go back to the Reformation time to understand what they meant as that motto. ആ ഒരു ആപ്തവാക്യത്തിലൂടെ സത്യത്തിൽ നവീകരണ കർത്താക്കൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ നവീകരണ കാലത്തിലേക്ക് നാം മടങ്ങിച്ചെന്ന് അവർ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. So in the Reformation time there was a struggle. നവീകരണ കാലത്ത് വലിയൊരു പോരാട്ടം ഉണ്ടായിരുന്നു. The church, the main church, was saying you must accept our authority. അവിടെ അന്ന് ലോകത്തുണ്ടായിരുന്ന സഭ ആവശ്യപ്പെട്ടത് ഞങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അംഗീകരിക്കണമെന്നായിരുന്നു. And the reformers were saying we will accept if you prove from the Bible. നവീകരണ കർത്താക്കൾ പറഞ്ഞത് ഞങ്ങൾ തീർച്ചയായും അതിൽ വിശ്വസിക്കാം, വേദപുസ്തക പ്രകാരം നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ. The church said you must accept even though it's not in the Bible, it is in our tradition. വേദപുസ്തകത്തിൽ ഇല്ല എങ്കിൽ പോലും അത് നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകളായതുകൊണ്ട് ഈ സത്യത്തെ ഞങ്ങൾ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവർ നിർബന്ധിച്ചു. So the reformers said we don't accept the tradition as authority. അതുകൊണ്ട് തന്നെ നവീകരണ കർത്താക്കൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്രകാരമുള്ള ആശയങ്ങളെ, വേദപുസ്തകത്തിന് പുറത്തുള്ള ആശയങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. Prove us from the Bible and we will accept it. വേദപുസ്തകത്തിൽ അത് ഉണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുക, അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാം. So in the council at Worms, yes. വോംസിൽ വെച്ച് നടന്ന ആ ഒരു കൗൺസിൽ കൂട്ടായ്മയിൽ Duke John said, he asked, I think Aleander, can you prove that the reformers are wrong from the Bible? അവിടെ ആ കൗൺസിലിൽ ഒരു മനുഷ്യൻ, ജോൺ എന്നു പേരുള്ള മനുഷ്യൻ പരസ്യമായി ചോദിച്ചത്, നവീകരണ കർത്താക്കൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ തെറ്റാണ് എന്ന് വേദപുസ്തകത്തിൽ നിന്നും തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ആ സഭയോട് ചോദിച്ചു. And I think it was Aleander that said, from the Bible I can't, but from the fathers I can easily prove. ആ ഏലിയാണ്ടർ എന്ന മത നേതാവ്, ആ സഭയുടെ നേതാവ് പറഞ്ഞത്, വേദപുസ്തകത്തിൽ നിന്നും എനിക്ക് തെളിയിക്കുവാൻ കഴിയില്ല, എന്നാൽ പിതാക്കന്മാരുടെ ലേഖനങ്ങൾ ഉദ്ധരിച്ചാണെങ്കിൽ എനിക്ക് എളുപ്പം സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. And Duke John basically scratched his head and said, so what you're saying is
the reformers are in the Bible and we are not? അപ്പോൾ അത് കേട്ട് ജോൺ തന്റെ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചത്, നവീകരണകർത്താക്കൾ വേദപുസ്തകത്തിൽ ഊന്നി ജീവിക്കുകയും നാം അപ്രകാരം അല്ല എന്നുമാണോ താങ്കൾ പറയുന്നത്? So, in the time of the Reformation, നവീകരണ കാലഘട്ടത്തില് do you think that if a prophet came who was a true prophet, they would say, we don't need you, we just need the Bible? ആ നവീകരണ കാലഘട്ടത്തിന്റെ സമയത്ത് ദൈവത്താൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ ദൈവത്തിന്റെ വചനവുമായി നവീകരണകർത്താക്കളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് ഞങ്ങൾക്ക് നിന്നെ വേണ്ടതില്ല, വേദപുസ്തകം മാത്രം മതി എന്ന് നവീകരണകർത്താക്കൾ പറയുമോ? No. ഒരിക്കലുമല്ല. What they were fighting against was tradition as authority. അവരെന്തിനെതിരായിട്ടാണ് പോരാടുന്നത് എന്ന് ചോദിച്ചാൽ, പിതാക്കന്മാരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ട്രഡിഷൻ, അവരുടെ ആചാരങ്ങൾക്കെതിരായിട്ടാണ് നവീകരണകർത്താക്കൾ സംസാരിച്ചത്. They were not rejecting new prophets. ദൈവത്താൽ ഐക്യപ്പെട്ട പ്രവാചകന്മാരെ വേണ്ട എന്നല്ല അവർ പറഞ്ഞത്. The Catholic Church was saying, we have the Bible and tradition as authority, and if tradition contradicts the Bible, tradition is superior. അവിടെ കത്തോലിക്ക സഭ പറഞ്ഞത് വേദപുസ്തകവും അതോടൊപ്പം പിതാക്കന്മാരുടെ ആചാരങ്ങളും ഇത് രണ്ടുമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് വേദപുസ്തകത്തിനെതിരായിട്ടാണ് പിതാക്കന്മാർ പറയുന്നത് എങ്കിൽ പിതാക്കന്മാരുടെ എഴുത്തുകൾക്ക് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കും എന്ന നിലപാട് അവർ കൈക്കൊണ്ടു. That's where we get the motto, the Bible and the Bible only, which means not tradition as authority, but only authority from inspiration. ആ ഒരു സാഹചര്യത്തിലാണ് നവീകരണകർത്താക്കൾ ശക്തിയുക്തം വേദപുസ്തകം മാത്രം, ദൈവത്തിന്റെ വചനം മാത്രം എന്ന ആപ്തവാക്യത്തിൽ നിലനിൽക്കുവാനും അത് ലോകത്തോട് വിളിച്ചു പറയുവാനും ഇടയായി തീർന്നത്. In fact, the reformers had prophets. കാരണം പ്രവാചകന്മാരായ പലരും നവീകരണകർത്താക്കളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. Have you heard of the prophecies of John Huss? ജോൺ എർത്ത് എന്ന മനുഷ്യൻ നൽകിയ ചില പ്രവചനങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? Yesterday we saw one of them. കഴിഞ്ഞ ദിവസവും നാം അപ്രകാരമുള്ള ഒരു പ്രവാചകനെ കുറിച്ച് കേൾക്കുവാനിടയായി. Remember, he said, in 100 years God will raise a swan. ഒരു 100 വർഷത്തിനുള്ളിൽ ദൈവം അപ്രകാരം ഒരു ശേഷിപ്പിനെ ഉയർത്തും എന്ന് പറഞ്ഞ ഒരു പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Who revealed that to him? ആരാണ് അപ്രകാരമുള്ള ഒരു വെളിപ്പെടുത്തൽ ആ മനുഷ്യന് കൊടുത്തത്? It was the Lord. അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്. And in 100 years Luther came. 100 വർഷത്തിനുള്ളിൽ ഒരു ശേഷിപ്പായി മാർട്ടിൻ ലൂഥറിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. And when Luther came, he said, John Huss prophesied of me. അവിടെ ലൂഥർ എഴുന്നേറ്റ് വന്ന സമയത്ത് ജോൺ ഹസ് എന്ന മനുഷ്യൻ എന്നെ കുറിച്ചാണ് പ്രവചിച്ചത് എന്ന് സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഇടയായി. The gift of prophecy is not something that was restricted to Bible time. പ്രവചനത്തിന്റെ ആത്മാവ് എന്ന വസ്തുത വേദപുസ്തക കാലത്തിൽ മാത്രം നൽകപ്പെട്ട ഒരു അനുഭവമല്ല. God has guided his church throughout the ages through prophets. കാലാകാലങ്ങളായി യുഗങ്ങളായി ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ തന്റെ സഭയെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. Even in Ellen White's time there were 2 other prophets. E.G. വൈറ്റ് ജീവിച്ചിരുന്ന കാലത്തും ദൈവത്താൽ അപ്രകാരം വിളിക്കപ്പെട്ട മറ്റ് 2 പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. One of them accepted the call that God gave and did prophesy. ഒരു വ്യക്തി അപ്രകാരം ദൈവം നൽകിയ ആ വിളിയെ ഏറ്റെടുക്കുകയും ധാരാളം പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തു. His name was William Foy. അദ്ദേഹത്തിന്റെ പേര് വില്യം ഫോയ് എന്നായിരുന്നു. He had a vision of the tree of life. അവിടെ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ദൈവം വില്യം ഫോയ്ക്ക് കൊടുത്തു. If you read what he wrote about the tree of life, അദ്ദേഹം എഴുതിയത് എന്താണ് എന്ന് നിങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ you will think that you're reading Ellen White's description. നിങ്ങൾ വിചാരിക്കും അത് E.G. വൈറ്റ് എന്താണോ എഴുതിയത് അത് തന്നെയാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. But he wrote that before she was called to be a prophet. എന്നാൽ അദ്ദേഹം ആ എഴുത്തുകൾ ആ ദർശനം എഴുതിയത് എലൻ വൈറ്റിനെ ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നതിനും കാലങ്ങൾക്ക് മുൻപായിരുന്നു. So God did not say, I will not send you any new prophet. ദൈവം ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പുതിയ പ്രവാചകന്മാരെ അയക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. Do you know what God said? എന്താണ് ദൈവം പറഞ്ഞത് എന്നറിയാമോ? Test. അവരെ പരിശോധിക്കുക. Test the spirits. അവരുടെ ആത്മാക്കളെ പരിശോധിക്കുക. To know whether they be of God or not. അവർ ദൈവത്തിൽ നിന്നുള്ളവരോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. So
In the few following lectures, we will see what is the test that we need to apply. അപ്രകാരം നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ എങ്ങനെയാണ് ഈ ശരിയായ പ്രവാചകന്മാരെ തിരിച്ചറിയേണ്ടത് എന്ന ചില പരിശോധനകൾ നമുക്ക് പഠിക്കുവാനും സാധിക്കും. And once we test the prophet and realize it is a true prophet, ആ പരിശോധനകളെ പരിശോധിച്ച് യഥാർത്ഥ പ്രവാചകനാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. then it is our duty to obey and follow him. നാം അപ്രകാരം പരിശോധിച്ച് യഥാർത്ഥ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ പ്രവാചകന്റെ വാക്കുകളെ ദൈവത്തിന്റെ വാക്കുകളായി കണക്കാക്കി അനുവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. William Miller was following the same principle of the Reformation, the Bible and the Bible only. വില്യം മില്ലർ ആ നവീകരണ കർത്താക്കളുടെ അതേ ആശയത്തെ വേദപുസ്തകം മാത്രം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനാണ്. He said, I want to study God's word, but I don't want any commentaries, any opinions of people. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേദപുസ്തകം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ മനുഷ്യരുടെ ആശയങ്ങളോ മനുഷ്യരുടെ ചിന്തകൾക്കോ ഞാൻ പ്രാമുഖ്യം കൊടുക്കില്ല. He didn't want to be deceived by what others were thinking. മറ്റുള്ളവർ എന്താണോ ചിന്തിക്കുന്നത് എന്നതിൽ ആശ്രയിച്ച് തന്നെ ചതിക്കുവാൻ വില്യം മില്ലർ മനസ്സ് വെച്ചില്ല. So he went studying the Bible verse by verse. അവൻ ഓരോ വാക്യങ്ങളായി പഠിക്കുവാൻ വില്യം മില്ലർ കടന്നുപോയി. And do you know what he found out? എന്താണ് അദ്ദേഹം കണ്ടെത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ? He understood something that just about anybody else did not understand. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും വില്യം മില്ലറിന് തന്റെ പഠനത്തിലൂടെ മനസ്സിലായി. He understood that Daniel 8 and 9 are part of the same prophecy. ദാനിയേൽ 8-9 അധ്യായങ്ങൾ ഒരേ പ്രവചനത്തിന്റെ ഭാഗമായതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. Why is this important? എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടത്? Help me see here the importance. ഈ ചാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാം. You can give your comment. Remember Daniel. Okay, let's remember. Which prophecy does Daniel 8 talk about? ദാനിയേൽ പുസ്തകം 8-ാം അധ്യായം ഏത് പ്രവചനത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്? The 2300 days. Yeah. So it's right here. This bottom prophecy. Very long prophecy. ഇത് വളരെ ദൈർഘ്യമേറിയ ഒരു പ്രവചനമാണ്. Which prophecy does Daniel 9 talk about? ഏത് പ്രവചനത്തെക്കുറിച്ചാണ് ദാനിയേൽ 9 പറയുന്നത്? The 70 weeks. So it's this prophecy up here. അത് 70 ആഴ്ചവട്ടത്തിന്റെ പ്രവചനം. Now, if you read the whole of Daniel 8, ദാനിയേൽ 8-ാം അധ്യായം മുഴുവനും നമ്മൾ വായിച്ചാൽ you will see that there is no start. അവിടെ അതിന്റെ ആരംഭം എവിടെയാണെന്ന് കാണുവാൻ കഴിഞ്ഞേക്കില്ല. There is no point that you can say, oh, here is where the prophecy will begin. 8-ാം അധ്യായം വായിച്ചാൽ ആ പറയുന്ന പ്രവചനം എവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് കാണുവാൻ ആ അധ്യായത്തിൽ സാധിക്കില്ല. Do you realize that? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? So when do we start counting the 2300 days? ഈ 2300 സന്ധിമുഷസിന്റെ പ്രവചനം ആരംഭിക്കുന്നത് എവിടെ മുതലാണ് എന്ന് 8-ൽ നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയും? You will say, oh, we start in 457. 457 BC-യിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. But why? എന്നാൽ എന്തുകൊണ്ടാണ് അന്ന് തുടങ്ങുന്നത്? To understand this, we need to read carefully chapter 8. ഇത് മനസ്സിലാക്കുവാൻ 8-ാം അധ്യായം വളരെ സൂക്ഷ്മതയോടെ നാം പഠിക്കേണ്ടതുണ്ട്. God tells Gabriel to explain to Daniel what he saw. 8-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട ആ പ്രവചനത്തെ വിവരിച്ചു കൊടുക്കുവാൻ ദൈവം ഗബ്രിയേൽ ദൂതനോട് ആവശ്യപ്പെടുന്നു. Gabriel starts talking to Daniel. Daniel falls to the ground. ഗബ്രിയേൽ ദാനിയേൽ പ്രവാചകനോട് ആ ദർശനം വിവരിക്കുമ്പോൾ അത് ഏൽക്കുവാനുള്ള ത്രാണിയില്ലാതെ ദാനിയേൽ പ്രവാചകൻ ബോധരഹിതനായി നിലത്ത് വീഴുന്നു. And Daniel gets confused. ദാനിയേൽ അത് കേൾക്കുമ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. So Gabriel, who is very, very kind and intelligent, realized it's not the time to explain everything. ഗബ്രിയേൽ അത് കണ്ട മാത്രയിൽ ദാനിയേലിനോട് അനുകമ്പ തോന്നുകയും ഈ സമയത്ത് എല്ലാം വിവരിക്കുവാൻ അത് കൈക്കൊള്ളുവാൻ ദാനിയേലിന് സാധിക്കില്ല എന്ന് ഗബ്രിയേലിന് മനസ്സിലാകുന്നു. So Gabriel comes back later on in chapter 9. അതുകൊണ്ട് ദാനിയേൽ 9-ാം അധ്യായത്തിൽ വീണ്ടും ആ ദർശനത്തിന്റെ വിവരണവുമായി ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ ചില സമയത്തിന് ശേഷം വീണ്ടും കടന്നു വരുന്നു. And continues the explanation of chapter 8. 8-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയ ആ അധ്യായത്തിന്റെ
അതിന്റെ പ്രവചനത്തിന്റെ വിവരണം 9-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് വിവരിക്കുന്നു. He says, I came to make you understand the vision. ഞാൻ നിന്നെ ആ ദർശനത്തെ ബോധ്യപ്പെടുത്തുവാൻ മടങ്ങി വന്നിരിക്കുന്നു. And then he will explain what the beginning of that prophecy is. അപ്പോഴാണ് ആ പ്രവചനത്തിന്റെ ആരംഭം എവിടെ, അതെന്ത് എന്ന് ദാനിയേൽ പ്രവാചകനോട് ഗബ്രിയേൽ പറഞ്ഞു കൊടുക്കുവാൻ ഇടയായത്. And what was the beginning of the prophecy? ആ പ്രവചനത്തിന്റെ ആരംഭം എവിടെയാണ് എന്നാണ് പറഞ്ഞത്? The commandment to rebuild and restore Jerusalem. യെരൂശലേം ദേവാലയത്തെ യഥാസ്ഥാനപ്പെടുത്തി പുതുക്കി പണിയുവാനുള്ള കൽപ്പന പുറപ്പെടുന്ന സമയം, which went into effect in the fall of 457 in the autumn. 457 BC-യിലാണ് ആ ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെടുന്നത്. 457 BC. That's right. 457 BC-യിൽ. So, do you understand now why the 70 weeks and the 2300 days start at the same time? എന്തുകൊണ്ടാണ് 2300 ആ സന്ധിവിശ്വസിന്റെ പ്രവചനവും 70 ആഴ്ച കാലഘട്ടത്തിന്റെ പ്രവചനവും ഒരേ സമയത്ത് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലായോ? They are one prophecy. കാരണം അത് രണ്ടും ഒരേ പ്രവചനത്തിന്റെ ഭാഗങ്ങളാണ്. And William Miller was the first person in the modern age to understand this. വില്യം മില്ലർ എന്ന മനുഷ്യനാണ് ഈ പ്രവചനത്തിലെ അത്ഭുതകരമായ ഈ മർമ്മങ്ങളെ ആദ്യമായി മനസ്സിലാക്കിയത്. How did he understand this? അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യമായി ബോധ്യപ്പെട്ടത്? By reading the commentaries of that age? ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ചില കമന്ററികൾ വായിച്ചിട്ടാണോ? By asking the theologians? അന്നുണ്ടായിരുന്ന ആ ബൈബിൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണോ? Not at all. ഒരിക്കലും അങ്ങനെയല്ല. If he based his understanding on what other people were saying, മറ്റുള്ളവർ എന്താണോ പറഞ്ഞു വെച്ചത് അതിൽ അദ്ദേഹം നിലനിൽക്കുവാൻ പഠിക്കുവാൻ പോയിരുന്നുവെങ്കിൽ, he would have believed as they were believing. അവരെന്താണോ ആ കാലത്ത് വിശ്വസിച്ചു പോന്നത് അത് മാത്രം വിശ്വസിക്കുവാൻ അവനും ഒരുപക്ഷെ ഇടയായി തീർന്നേനെ. A lot of people in that age believed that there would be 1000 years of peace before the coming of Christ. ആ കാലത്ത് ധാരാളം പേർ 1000 വർഷം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായി ഒരു സമാധാന കാലം ഉണ്ടാകും എന്ന് വിശ്വസിച്ചവരായിരുന്നു. But he forgot all tradition. എന്നാൽ അപ്രകാരമുള്ള ചിന്തകളെയോ ആശയങ്ങളെയോ പൂർണ്ണമായും അദ്ദേഹം മറന്നു കളഞ്ഞിട്ട് and went to the Bible and the Bible only. വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹം ബൈബിളിലൂടെ സഞ്ചരിച്ചു. And then he understood what was needed for that time. അങ്ങനെ ആ ഒരു ചിന്തയോടെ വേദപുസ്തകം പഠിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് വ്യക്തവും സ്പഷ്ടവുമായ ചില തിരിച്ചറിവുകൾ വില്യം മില്ലറിന് ദൈവം കൊടുത്തത്. The end of the 2300 days. 2300 സന്ധിവിശ്വസിന്റെയും അവസാനം എന്നത്, it says in chapter 8, Daniel 8 verse 14, that the sanctuary will be cleansed. 8:14 ദാനിയേലിന്റെ പുസ്തകത്തിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് അപ്രകാരം പറയുന്നത് സന്ധിവിശ്വസം തികയോളം അത് യഥാസ്ഥാനപ്പെടും എന്നത്രേ. And Miller was thinking, what is the cleansing of the sanctuary? എന്താണ് ആ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ക്ലെൻസിംഗ് എന്ന വാക്കുകൊണ്ട് എന്താണ് ആ വചനം അർത്ഥമാക്കിയത്? വില്യം മില്ലർ ചിന്തിക്കുവാൻ തുടങ്ങി. To know what the cleansing is, you need to know first what the sanctuary is. അവിടെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ക്ലെൻസിംഗ് എന്ന പദം എന്താണെന്ന് മനസ്സിലാക്കുവാൻ പഴയ നിയമകാലത്തിൽ ആ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം വില്യം മില്ലർ കടന്നു പോകുന്നു. But in this point, ആ സമയത്ത് he failed to follow the Bible and the Bible only. ആ സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടെ ബൈബിൾ മാത്രം എന്ന ചിന്താഗതിയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഒരു പരാജയം വില്യം മില്ലർ നേരിടുവാൻ ഇടയായി. And he accepted the common view that the earth was the sanctuary. ആ സമയത്ത് ഭൂമിയാണ് വിശുദ്ധ മന്ദിരം എന്ന ആ ഒരു പൊതുവായ ചിന്താഗതി വില്യം മില്ലർ അറിയാതെ സ്വയം ഏറ്റെടുക്കുവാനിടയായി. And he thought, if the earth is the sanctuary, the cleansing of the earth must be the last day fires. അന്ന് ഉണ്ടായിരുന്ന പൊതുവായ ചിന്താഗതി അനുസരിച്ച് ഭൂമിയാണ് വിശുദ്ധ മന്ദിരമെങ്കിൽ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തുന്ന യേശുക്രിസ്തുവിന്റെ വരവ് അല്ലെങ്കിൽ തീയാൽ നശിപ്പിക്കുന്ന ആ ഒരു ക്ലെൻസിംഗ് യഥാസ്ഥാനപ്പെടുത്തലാണ് ഈ വാക്യത്തിൽ പറയുന്നത് എന്ന് അന്നത്തെ പൊതുവായ ചിന്താഗതിയെ ഏറ്റെടുത്തുകൊണ്ട് വില്യം മില്ലറും അതേ ആശയത്തോട് യോജിച്ച് ആ വാക്യത്തെ തെറ്റിദ്ധരിക്കുവാൻ ഇടയായി. Which means the end of the world. ആ വാക്യത്തിലൂടെ ലോകം പറയുന്ന പ്രകാരം അത് ലോകത്തിന്റെ അവസാനമാണ് എന്ന് വില്യം മില്ലർ തെറ്റിദ്ധരിച്ച് ചിന്തിക്കുവാനിടയായി. And the end of the world must mean the coming of the Lord. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം വാസ്തവമായും യേശുക്രിസ്തുവിന്റെ വരവല്ലാതെ മറ്റൊന്നല്ല. So if he could find out the day
the date for the finishing of the 2300 days. ആ 2300 സന്ധിനിമിഷത്തിന്റെയും ആ പ്രവചനത്തിന്റെ അവസാന തീയതിയെ കണക്കാക്കുവാൻ സാധിച്ചാൽ, then he would find out the date for the coming of Jesus. അങ്ങനെ അത് കണക്കാക്കുവാൻ സാധിച്ചാൽ യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യം എനിക്കുണ്ടാകും എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. So he started studying when did the decree to restore and rebuild Jerusalem went forth. അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യമായ കണക്കാക്കലുകളിലേക്ക് വഴി നടക്കേണ്ടതിന് യെരൂശലേം ദേവാലയം യഥാസ്ഥാനപ്പെടുത്തി പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടത് എപ്പോഴാണ് എന്ന് പഠിച്ച് ആ തീയതിയിൽ അദ്ദേഹം മുന്നേറുവാൻ തുടങ്ങി. If he found the start date, അദ്ദേഹം ആ പ്രവചനത്തിന്റെ ആരംഭ തീയതി കൃത്യമായി മനസ്സിലാക്കിയാൽ he would be able to deduct the end date. ആ പ്രവചനത്തിന്റെ അവസാന തീയതിയും കൃത്യമായി കണക്കാക്കുവാൻ കഴിയും. And consequently, he would know when the coming of Jesus would be. അത് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അതിലൂടെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എപ്പോഴാണ് എന്ന് ബോധ്യപ്പെടുവാനും അദ്ദേഹത്തിന് സാധിക്കും. To his surprise, there were no other people studying this. ആ സമയത്ത് ഈ ഒരു വചനത്തെക്കുറിച്ച്, പ്രവചനത്തെക്കുറിച്ച് ലോകത്തിൽ മറ്റാരും പഠിക്കുന്നുണ്ടായിരുന്നില്ല. And he realized that the decree went forth in the autumn of 457 BC. 457 BC-യിലാണ് ഈ ഒരു പ്രവചനത്തിന്റെ ആരംഭ കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടത് എന്ന് വില്യം മില്ലറിന് മനസ്സിലാകുന്നു. So if we make a calculation, just a mental calculation, നാം നമ്മുടെ മനസ്സിൽ അപ്രകാരം ഒരു കണക്കുകൂട്ടലുകൾ നടത്തുവാൻ തുടങ്ങിയാൽ, if we take 2300 2300 എന്ന കണക്കിനെ ആദ്യം എടുത്ത് minus 457, അതിനെ 457 എന്ന സംഖ്യയോട് കുറയ്ക്കുവാനിടയായാൽ, what is the total? എന്തായിരിക്കും അതിന് ലഭിക്കുന്ന ഉത്തരം? എന്തായിരിക്കും? 1843. Yes, 1843 എന്ന ഉത്തരം കിട്ടും. So he thought, if the total is 2300, മുഴുവൻ പ്രവചന സമയം 2300 എന്നാണെങ്കിൽ, and 457 are before Christ, യേശുക്രിസ്തുവിന് മുൻപ് 457 വർഷങ്ങൾ, that leaves 1843 after Christ. യേശുക്രിസ്തുവിന് ശേഷം 1843 വർഷങ്ങൾ ശേഷിക്കുന്നു. But that realization shocked him. എന്നാൽ ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ അതിശയിപ്പിച്ചു. Because now he knew when Jesus would come. അത് മനസ്സിലാക്കിയപ്പോൾ ഇതാ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്ന ബോധ്യം അദ്ദേഹത്തെ ഞെട്ടലുളവാക്കി. 1843. 1843. But the year that he was studying was around 1816. 1816 ഈ ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ആദ്യമായി ബോധ്യപ്പെടുന്നത്. So he thought, Jesus is coming soon. അപ്പോൾ യേശുക്രിസ്തു വേഗം വരുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. And nobody is talking about this. ഇതേക്കുറിച്ച് ആരും എന്തുകൊണ്ട് പറയുന്നില്ല? He realized God was telling him, tell others about this. അദ്ദേഹം അത് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഓരോ നിമിഷവും നീ പഠിച്ച ഈ സത്യം മറ്റുള്ളവരോട് പറയുക എന്ന ഒരു ആത്മാവിന്റെ സംസാരം, ശബ്ദം അദ്ദേഹം കേട്ടുകൊണ്ടേയിരുന്നു. But he thought, എന്നാൽ അദ്ദേഹം വിചാരിച്ചത്, what? I'm a farmer. ഞാനൊരു കൃഷിക്കാരൻ മാത്രമാണ്. How am I going to tell other people about this? ഈ വലിയ സത്യത്തെക്കുറിച്ച് ഞാൻ എപ്രകാരമാണ് മറ്റുള്ളവരോട് പറയുന്നത്? Oh Lord, let the theologians, the pastors, the ministers speak, but not me. ദൈവമേ, ഞാനൊരു കൃഷിക്കാരൻ മാത്രമാണ്. ഈ ലോകത്തുള്ള പ്രഗത്ഭന്മാരായ വേദ പണ്ഡിതന്മാരും ശുശ്രൂഷകന്മാരും പ്രാസംഗികന്മാരും അവർ ഇത് പോയി പറയട്ടെ, ഞാൻ പറയില്ല. So he kind of excused himself away from speaking this message. ഈ ഒരു സത്യം മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ അവൻ സ്വയം ഇപ്രകാരമുള്ള ചില ഒഴുകഴിവുകൾ ദൈവത്തോട് പറയുവാൻ തുടങ്ങി. But that conviction wouldn't leave his mind. എന്നാൽ ആ ചിന്താഗതിയിൽ കുറെ കാലമെങ്കിലും തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. He said, I will pray that a pastor will understand this so that he can preach. അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ, ഒരു പാസ്റ്ററിന് ഈ സത്യങ്ങളെ ബോധ്യപ്പെടുത്തണമേ. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ആ പാസ്റ്റർ അത് ലോകത്തോട് പറയുമല്ലോ. But nobody was preaching. അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. So the conviction would come to him again, go and tell others what I have shown you. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നീ പോയി പറയുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. But he resisted that conviction.
എന്നാൽ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു ബോധ്യത്തെ അദ്ദേഹം ചെറുത്ത് നിൽക്കുവാനിടയായി. And in the meantime, time about 14 years passed. ഏകദേശം 40 വർഷം അങ്ങനെ ചെറുത്ത് നിൽപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. All the while he was hoping somebody else would do it. ഈ 40 വർഷക്കാലവും താനല്ല മറ്റാരെങ്കിലും ഇത് പറയും, മറ്റാരെങ്കിലും ഇത് ദൈവം ബോധ്യപ്പെടുത്തും, അവർ പറയട്ടെ എന്ന് ഇവൻ കാത്തുകൊണ്ടേയിരുന്നു. But finally one day the conviction was so strong. എന്നാൽ ഒരു ദിവസം ആ ഒരു തീരുമാനത്തിൽ വലിയ ഉറപ്പ്, നീ തന്നെ പറയണം, നീ തന്നെ പറഞ്ഞേ മതിയാകൂ എന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ അപ്രകാരം ഒരു ചിന്ത വല്ലാതെ അവനെ ഭാരപ്പെടുത്തി. That he made a covenant with God. അവസാനം ദൈവത്തോട് ഒരു ഉടമ്പടി അവൻ ചെയ്യുവാനിടയായി. And he said, "Okay, Lord, I will preach. ശരി ദൈവമേ, ഞാൻ ഇത് പോയി പറയാം. If you send somebody to invite me to preach." ആരെങ്കിലും എന്നെ അപ്രകാരം ഒരു സഭയിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ക്ഷണിക്കുവാനിടയായാൽ ഞാൻ ഇത് പോയി പറയാം എന്ന ഒരു ഉടമ്പടി അവൻ ദൈവവുമായിട്ട് എടുത്തു. And he was pretty confident that he wouldn't go preach because nobody called him to preach about that. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു തന്നെ പ്രസംഗിക്കുവാനായിട്ട് ആരും വിളിക്കാൻ പോകുന്നില്ല എന്ന്. So he made a covenant with God. ആ ഉറപ്പിൽ അവൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. In less than half an hour, അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ വാതിലിൽക്കൽ ഒരു മുട്ട് കേട്ടു. he answered the door, അവൻ വേഗത്തിൽ പോയി വാതിൽ തുറന്നു. and there was the son of a friend of him. അദ്ദേഹത്തിന്റെ ദൂരെയുള്ള ഒരു സഭയിലെ ഒരു ശുശ്രൂഷകന്റെ മകനാണ് വാതിൽക്കൽ മുട്ടിയത്. And this son of his friend said, Mr. Miller. ഈ ശുശ്രൂഷകന്റെ മകനാണ്. ആ ശുശ്രൂഷകൻ വില്യം മില്ലറിന്റെ പരിചയക്കാരനാണ്, സുഹൃത്താണ്. ആ മകൻ അകത്തു വന്ന് മിസ്റ്റർ മില്ലർ എന്ന് ചോദിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. My father asked me to invite you to preach at our church about what you have been studying. അങ്ങ് വളരെ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വചന സത്യങ്ങൾ ഞങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിക്കുവാൻ എൻ്റെ പിതാവ് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. Because there is nobody to preach in the next meeting. കാരണം അടുത്ത ആഴ്ചയിൽ ഞങ്ങളുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുവാൻ ആരെയും കാണുന്നില്ല. The face of William Miller changed. വില്യം മില്ലറിന്റെ കണ്ണുകൾ, തന്റെ മുഖം മ്ലാനമായി. He turned around, left the boy standing at the front door. അവൻ വില്യം മില്ലറിന്റെ വീട്ടിന്റെ മുൻഭാഗത്തുള്ള വാതിലിൽ ആ പയ്യൻ നിൽക്കുന്ന സമയത്ത് and went to the back of his farm. വില്യം മില്ലർ പുറകുവശത്തുള്ള ഡോറിലൂടെ ഇറങ്ങി ഓടി. In the forest. അദ്ദേഹം തന്റെ വീടിന് പുറകിലുള്ള ആ കാട്ടിലേക്ക് ഓടി. And for 2 hours 2 മണിക്കൂർ സമയത്തേക്ക് he was fighting with God. അവൻ ദൈവത്തോട് മല്ലയുദ്ധം ചെയ്യുവാൻ തുടങ്ങി. Saying, I will not go. ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. And then he thought, അതിനുശേഷം അവൻ വിചാരിച്ചു, how sinful will it be if I make a covenant with God and break it so fast? ഞാനൊരു ഉടമ്പടി ദൈവത്തോട് ചെയ്തിട്ട് ആ ഉടമ്പടിക്ക് മറുപടി ദൈവം വേഗത്തിൽ തരികയും എന്നാൽ ആ ഉടമ്പടി ലംഘിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്താൽ എത്രത്തോളം പാപമാണ്, എത്രത്തോളം അപരാധമാണ് ഞാൻ ദൈവത്തോട് ചെയ്യുന്നത്. ആ ചിന്ത അവനെ വല്ലാതെ ഭാരപ്പെടുത്തി. And after the 2 hours, 2 മണിക്കൂർ നേരത്തെ ആ മല്ലയുദ്ധത്തിന് ശേഷം he came back to the boy who was still waiting for him. 2 മണിക്കൂർ സമയത്തേക്കും അവിടെ വീട്ടിൽ കാത്തുനിന്ന ആ ശുശ്രൂഷകന്റെ മകന്റെ അടുക്കിലേക്ക് 2 മണിക്കൂറിന് ശേഷം വില്യം മില്ലർ മടങ്ങി വന്നു. And said, വില്യം മില്ലർ പറഞ്ഞു, go tell your father that I'll be there. നീ നിന്റെ പിതാവിനോട് പോയി പറയുക, ഞാൻ അവിടെ പ്രസംഗിക്കുവാൻ വരുമെന്ന്. And when the time came, ആ പ്രസംഗത്തിനുള്ള സമയം വന്നപ്പോൾ he was there. And he preached for the first time his study on the second coming of Christ. വില്യം മില്ലർ താൻ ഇത്രയും കാലം പഠിച്ച ആ വചന സത്യങ്ങൾ ധൈര്യത്തോടെ അവിടെ കൂടി വന്ന സഭാവിശ്വാസികളോട് പ്രസംഗിക്കുവാൻ ആദ്യമായിട്ടിടയായി. It was so powerful. People were converted. ആ വാക്യങ്ങളെ, ആ വചനങ്ങളെ കേട്ടപ്പോൾ കേൾക്കുന്ന ഓരോ മനുഷ്യരിലും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. എല്ലാവർക്കും അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന ബോധ്യം ലഭിച്ചു. And immediately he started receiving invitations to preach elsewhere. വേഗത്തിൽ ആ ജനത്തിന്റെ സ്വാധീന പ്രകാരം അനേക സഭകളിൽ, അടുത്തുള്ള സഭകളിൽ അദ്ദേഹം ആ പ്രസംഗിച്ച അതേ വചന സത്യം എല്ലാവരോടും അറിയിപ്പാൻ അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ കിട്ടി, ധാരാളം വാതിലുകൾ തുറക്കപ്പെട്ടു. His preaching was accompanied by the power of the Holy Spirit. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി വലിയ ബോധ്യത്തോടുകൂടിയുള്ള പ്രസംഗങ്ങളായിരുന്നു. He preached with conviction. വളരെ ബോധ്യത്തോടെയാണ്, ധൈര്യത്തോടെ അദ്ദേഹം ഓരോ വാക്കുകളെയും പ്രസംഗിച്ചത്.
all his heart was into this message. അദ്ദേഹം പ്രസംഗിച്ച ഓരോ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവനും അദ്ദേഹം തുറന്നു കാട്ടുകയായിരുന്നു. But remember, he was a farmer, not a theologian. നിങ്ങൾ ഓർക്കുക, അദ്ദേഹം ഒരു ബൈബിൾ പണ്ഡിതനല്ല, വെറും ഒരു സാധാരണ കൃഷിക്കാരൻ മാത്രമായിരുന്നു. One day he was invited to preach at a large church. ഒരു ദിവസം അപ്രകാരം വലിയൊരു സഭയിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു. The pastor had heard that Miller's preaching was so powerful and many people would be converted. ശുശ്രൂഷകനായ ആ സഭയിലെ മനുഷ്യൻ അറിയാമായിരുന്നു വില്യം മില്ലറിന്റെ പ്രസംഗം വളരെ ശക്തിയേറിയതാണ്, ഉറപ്പായും അനേകർ അത് കേട്ട് മാനസാന്തരപ്പെടും എന്ന ബോധ്യം ആ പാസ്റ്ററിനുണ്ടായിരുന്നു. So the pastor went to receive him in his chariot at the train station where Miller was arriving. അതുകൊണ്ട് തന്നെ വില്യം മില്ലർ ഇറങ്ങിയ ആ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ ആ ശുശ്രൂഷകൻ തന്റെ കുതിരവണ്ടിയിൽ പോയി വില്യം മില്ലറിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നു. But when Miller came out of the train, എന്നാൽ വില്യം മില്ലർ ട്രെയിൻ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ and the pastor saw him, പാസ്റ്റർ അദ്ദേഹത്തെ കണ്ടപ്പോൾ he looked at him like that. വില്യം മില്ലറിനെ ആ പാസ്റ്റർ അപ്രകാരം തുറിച്ചു നോക്കിക്കൊണ്ട്, And he didn't speak a word to Miller all the way from the train station to the church. അദ്ദേഹത്തെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ സമയം മുഴുവനും, ആ ദൂരം മുഴുവനും ആ ശുശ്രൂഷകൻ വില്യം മില്ലറിനോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. He was ashamed of having William Miller, a farmer, preach at his church. അദ്ദേഹത്തിന്റെ ആ വലിയ സഭയിൽ വെറും ഒരു കൃഷിക്കാരൻ പ്രസംഗിക്കുവാൻ വന്നു എന്ന തോന്നൽ ആ ശുശ്രൂഷകനെ വല്ലാതെ സ്വയം ഇകഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി. So when Miller went to the platform, ശേഷം ഒരു വാക്കുപോലും ആ ശുശ്രൂഷകൻ സംസാരിച്ചില്ല എങ്കിൽ പോലും വില്യം മില്ലർ പ്രസംഗിക്കുവാനായി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ചെന്നു. the pastor didn't accompany him. ശുശ്രൂഷകൻ വില്യം മില്ലറിനോടൊപ്പം കൂടെ പ്ലാറ്റ്ഫോമിൽ കയറി ചെന്നില്ല. The pastor stayed sitting in the congregation, പാസ്റ്റർ തന്റെ സഭാവിശ്വാസികളോടൊപ്പം താഴെ തന്നെ ഇരിക്കുവാനിടയായി. maybe thinking, I will be ashamed today before my congregation. ഇന്ന് ഞാൻ എൻ്റെ സഭാവിശ്വാസികളുടെ മധ്യത്തിൽ നാണം കെടുവാൻ ഞാൻ ഇടയായി തീരും എന്ന ചിന്തയോടെ പാസ്റ്റർ താഴെ തന്നെ ഇരുന്നു. But Miller didn't worry about that. എന്നാൽ അതൊന്നും കണ്ടോ കേട്ടോ നിരാശപ്പെടുവാനോ അധൈര്യപ്പെടുവാനോ വില്യം മില്ലർ തന്നെ ഏൽപ്പിച്ചില്ല. He opened the word അവൻ ദൈവത്തിന്റെ വചനം തുറന്നു and spoke the word of God to the people. ദൈവത്തിന്റെ വചനം ശക്തിയോടെ അവിടെ കൂടി വന്നിരുന്ന ആ വലിയ കൂട്ടം ജനത്തോട് വില്യം മില്ലർ സംസാരിച്ചു. The power of God was so manifested in his sermon അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ജനത്തോട് ഇടപെട്ടു that the pastor changed his mind. ആ വാക്കുകൾ കേട്ടപ്പോൾ പാസ്റ്ററിന്റെ മനസ്സ് പൂർണ്ണമായി മാറുവാനിടയായി. He stood up from where he was sitting, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ആ പാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് came to the platform and sat by William Miller. വില്യം മില്ലറിന്റെ അടുക്കൽ അദ്ദേഹം വന്ന് സമീപത്ത് ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. He realized that God was using that man. ആ ശുശ്രൂഷകന് ദൈവം വില്യം മില്ലറിനെ ശക്തിയോടെ ഉപയോഗിക്കുന്നു എന്ന ബോധ്യം അവിടെ ഇരുന്നപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. The whole of the Millerite movement ആ മില്ലറൈറ്റ് മൂവ്മെന്റ്, ആ വലിയൊരു പ്രസ്ഥാനം തന്നെ had a power that we don't know today. ഇന്ന് നമുക്ക് പരിചിതമല്ലാത്ത ഒരു ശക്തിയാൽ വഴി നടത്തപ്പെട്ടു. How many have studied about the midnight cry? എത്ര പേർക്ക് അർദ്ധരാത്രിയിലെ ആർപ്പ് വിളി എന്ന ആ വിഷയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്? There was a power there. അവിടെ വലിയൊരു ശക്തി അവരുടെ ശുശ്രൂഷയോടുകൂടെ സഞ്ചരിച്ചു. And Ellen White says that the latter rain is coming as the midnight cry, but with 10 times the power. എലൻ വൈറ്റ് പറയുന്നത് ആ അർദ്ധരാത്രിയിലെ ആർപ്പ് വിളിയിൽ എപ്രകാരമാണോ ലോകർക്ക് ശക്തിയെ ബോധ്യപ്പെട്ടത്, അതിലും 10 മടങ്ങ് ശക്തി പിന്മഴയുടെ ആത്മാവിനാൽ ജനം നിറയപ്പെടുമ്പോൾ ഈ ലോകം കാണുവാൻ തക്കവണ്ണം ഇടയാകുമെന്നാണ്. I want to be part of it. ആ ഒരു വലിയൊരു സത്യത്തിന്റെ ഭാഗവാക്കുകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ? But first we need to receive the early rain. ആ ഒരു ശക്തിയെ നമുക്ക് പ്രാപിക്കുവാൻ, പിന്മഴയെ പ്രാപിക്കുവാൻ സാധിക്കണമെങ്കിൽ നാം ആദ്യം മുൻമഴയെ പ്രാപിക്കേണ്ടതുണ്ട്. It needs to work in our lives. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കായി നാം നമ്മെ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. And purify us from all selfishness and നമ്മുടെ pride. സകല സ്വാർത്ഥതകളിൽ നിന്നും പാപത്തിൽ നിന്നും നാം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. And empty us of self. നമ്മുടെ സ്വയത്തിൽ നിന്നും നാം നമ്മെ തന്നെ പൂർണ്ണമായും വേർപെടുത്തേണ്ടതുണ്ട്. So that we as empty vessels facing upward നാം അപ്രകാരം സ്വയത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് can be ready to receive the showers of the rain, of the latter ദൈവത്തിന്റെ rain. ആ പിന്മഴയുടെ മാരിയെ പ്രാപിക്കുവാൻ നാം ഒരുങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീരും.
The Lord cannot use us if we are full of ourselves. നാം ഇന്ന് വീണ്ടും സ്വയത്തിൽ തന്നെ നിറയപ്പെടുകയാണ് എങ്കിൽ ദൈവത്തിന് നമ്മെ പൂർണ്ണമായും ആ നാളിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ വരും. Jesus himself said, the Bible says that he emptied himself. വേദപുസ്തകം പറയുന്നത് കർത്താവായ യേശുക്രിസ്തു സ്വയത്തെ വെടിഞ്ഞു എന്നാണ്. And if our Savior gave us that example, ആ ഒരു ഉദാഹരണമാണ്, സാക്ഷ്യമാണ് ദൈവം നമുക്ക് തരുന്നത്. we are to follow the same. ദൈവത്തിന്റെ അതേ മാതൃക നാമും വാസ്തവമായും ഈ ലോകത്തിൽ പിൻപറ്റേണ്ടതുണ്ട്. One principle that Miller understood വില്യം മില്ലറിന് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട തത്വം എന്നത് was that in prophecy each day means a literal year. പ്രവചനത്തിൽ ഒരു ദിവസം എന്നത് സത്യത്തിൽ ഒരു മനുഷ്യരുടെ കണക്കിൽ ഒരു വർഷമാണ് എന്ന് വില്യം മില്ലറിന് ബോധ്യപ്പെട്ടു. Here are 2 Bible verses to prove that. അത് മനസ്സിലാക്കുവാൻ വില്യം മില്ലറിനെ സഹായിച്ചത് 2 പ്രധാനപ്പെട്ട ബൈബിൾ വാക്യങ്ങളാണ്. Numbers 14:34 and Ezekiel 4:6. സംഖ്യാപുസ്തകം 14:34, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 4:6 വാക്യം. And just a comment on writing on the Bible now. അവിടെ വേദപുസ്തകം എഴുതുന്നതിൽ അപ്രകാരം ഉപയോഗിക്കപ്പെട്ട ഒരു കമന്ററി ആയി കാണുവാൻ കഴിയും. You can write on your Bible. It is not a sin to write in the Bible. നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് എന്തെങ്കിലും കുറിപ്പുകളൊക്കെ എഴുതുവാൻ സാധിക്കും. അങ്ങനെ എഴുതുന്നത് തെറ്റൊന്നുമല്ല. In fact, the most beautiful Bibles are the ones full of connections and writings and highlights. ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായ ബൈബിൾ എന്ന് പറയുന്നത് ആ ബൈബിൾ താളുകളിലുടനീളം കുറിപ്പുകൾ എഴുതപ്പെട്ടും ഓരോ വേദവാക്യങ്ങൾ കുറിച്ചിടുകയും കാണപ്പെട്ട അങ്ങനെയുള്ള വേദപുസ്തകങ്ങളാണ്. That means the person owning that Bible is studying that Bible. അങ്ങനെ ഒരു വേദപുസ്തകം നാം കാണുവാൻ തക്കവണ്ണം ഇടയായാൽ ആ വേദപുസ്തകം ആരാണോ കൈവശപ്പെടുത്തിയത് ആ മനുഷ്യൻ വേദപുസ്തകം പഠിക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. So how can we write? What should we write in this case, for example? ഈ വാക്യത്തെ അപ്രകാരം പരിശോധിച്ചാൽ ഈ ഭാഗത്ത് നാം പഠിക്കുന്നവരെങ്കിൽ എന്തായിരിക്കും എഴുതി വയ്ക്കുക? The way I learned to do ഞാനത് എപ്രകാരം പഠിച്ചു എന്ന് ചോദിച്ചാൽ is I will go to Numbers 14:34. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 14:34 ഞാൻ കടന്നു ചെന്നിട്ട് and in there right by that verse I will write Ezekiel 4:6. 14:34 വാക്യത്തിൽ ചെന്ന് അതിന്റെ കണക്റ്റിംഗ് വാക്യമായി ഞാൻ യെഹെസ്കേൽ 4:6 എന്ന് അവിടെ കുറിച്ചു വെക്കും. Then I go to Ezekiel 4:6. ഞാൻ ശേഷം യെഹെസ്കേൽ 4:6 ചെന്നിട്ട് and I write there Numbers 14:34. ഞാൻ അവിടെ എഴുതി വെക്കും സംഖ്യാപുസ്തകം 14:34 എന്ന്. So that when I'm reading one verse I know exactly where to find the other verse that connects with it. ഞാൻ ഒരു വാക്യം അപ്രകാരം അവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അതിന്റെ കണക്റ്റിംഗ് വാക്യമായി അടുത്ത വാക്യം എവിടെയാണ് ഉള്ളത് എന്ന് ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ ബൈബിളിൽ സാധിക്കും. The more you train to do this, the more you will understand the connections between the verses of the Bible. ആ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഓരോ കുറിപ്പുകൾ ആ വാക്യങ്ങളിൽ എഴുതുവാൻ നിങ്ങൾ പഠിക്കുവാൻ ശീലിച്ചാൽ കൂടുതൽ വാക്യങ്ങളുടെ കണക്ഷനുകൾ മനസ്സിലാക്കി നമ്മുടെ ബോധ്യത്തിന് വലിയ വിശാലത കൈവരുവാൻ ഇടയായി തീരും. You will see the Bible as a great whole. വേദപുസ്തകം അപ്രകാരം എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന വലിയൊരു പാഠപുസ്തകമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Full of amazing connections. അനേക വാക്യങ്ങളുടെ അപ്രകാരം അഭേദ്യമായ ബന്ധത്തെ നമുക്ക് അപ്രകാരം കുറിപ്പുകൾ എഴുതി പഠിക്കുവാനിടയായാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. And you will understand more and more. അത് കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. In Numbers 14:34 സംഖ്യാപുസ്തകം 14:34 it says 40 days each day for a year. 40 ദിവസം ഒരു ദിവസം ഒരു വർഷത്തിന്. And in Ezekiel 4:6 യെഹെസ്കേൽ 4:6 പറയുന്നത് it says I have appointed thee each day for a year. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വർഷമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. So that was God's instruction to Moses and to Ezekiel. അവിടെ മോശയിലൂടെ യെഹെസ്കേലിലൂടെ ഇപ്രകാരമുള്ള ഒരു നിർദ്ദേശം യഹോവയായി ദൈവം തന്റെ ജനത്തിന് കൊടുക്കുകയാണ്. In which this principle of one prophetic day equals one literal year is applied. ആ ഒരു തത്വത്തിലൂടെ ഒരു പ്രവചന ദിവസം ഒരു ലിറ്ററൽ വർഷമായിട്ട് കണക്കാക്കപ്പെടുകയാണ്. So there are several prophecies of time in the Bible. അതുകൊണ്ട് തന്നെ ആ ഒരു തത്വത്തിൽ നാം ഊന്നി പഠിക്കുവാൻ മനസ്സുവെച്ചാൽ ധാരാളം പ്രവചന സമയ കണക്കുകൾ വേദപുസ്തകത്തിൽ പ്രവചനമായി കാണുവാൻ കഴിയും. The first one is the 1200. It should be 1260 days.
1260 ദിവസം എന്ന ആ ഒരു പ്രവചന കണക്ക് നമുക്ക് ആദ്യം കാണുവാൻ കഴിയും. Then there's the 3.5 times or times and a half. കാലങ്ങൾ കാലാംശം എന്ന ആ ഒരു കണക്ക് നമുക്ക് വീണ്ടും പഠിക്കുവാൻ സാധിക്കും. The 42 months. 42 മാസം എന്ന സമയ കണക്ക് പഠിക്കുവാൻ സാധിക്കും. The 2300 evenings and mornings. 2300 സന്ധ്യയും ഉഷസ്സും എന്ന ഒരു പ്രവചന കണക്ക് പഠിക്കുവാൻ സാധിക്കും. All these prophecies you can apply the day for a year principle and you will find the exact timing. ഈ കണക്കുകളൊക്കെ തന്നെ ഒരു ദിവസം ഒരു വർഷം എന്ന കണക്ക് നാം പഠിക്കുവാൻ തക്കവണ്ണം വിനിയോഗിച്ചാൽ ആ ഒരു പഠനത്തിലൂടെ അത്ഭുതകരമായ ചില വചന സത്യങ്ങൾ ബോധ്യപ്പെടുവാൻ നമ്മെ സഹായിക്കും. I said that for about 14 years Miller kept that conviction to himself. അനേക വർഷക്കാലം വില്യം മില്ലർ ആ ഒരു ബോധ്യത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. And then in 1831 ഏറ്റവും ഒടുവിൽ 1831 he started preaching publicly about what he was studying. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അദ്ദേഹം പഠിച്ചു ബോധ്യപ്പെട്ട ആ സത്യങ്ങളെ പരസ്യമായി വില്യം മില്ലർ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. If we remember Matthew 24, മത്തായിയുടെ പുസ്തകം 24 നിങ്ങൾ ഓർക്കുവാനിടയായാൽ there were several signs that Jesus had given. യേശുക്രിസ്തു തന്റെ വരവിനും ലോകാവസാനത്തിനും ധാരാളം അടയാളങ്ങൾ അവിടെ നൽകുവാനിടയായി. One of them was that the sun would be darkened. അവിടെ നൽകപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകും, ഇരുണ്ടു പോകും എന്നായിരുന്നു. The moon would become red as blood. ചന്ദ്രൻ രക്തതുല്യമായി തീരും എന്നായിരുന്നു. But then the next sign was that the stars would fall. മറ്റൊരു അടയാളം നക്ഷത്രങ്ങൾ അപ്രകാരം താഴേക്ക് വീഴും എന്നായിരുന്നു. So in 1780, as we saw yesterday, 1780. As we saw yesterday. AD 70 നാം ഇന്നലെ കണ്ടതുപോലെ there was 1780. 70. No, 1780. 17? Okay. 1798. 1780. Okay. In 1780, there was the dark day. You can look at the Encyclopedia Britannica or Wikipedia. 1780 കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട ദിവസമായി ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു. What was the next sign after the sun being dark? സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടതിനു ശേഷം സംഭവിക്കും എന്ന് പറഞ്ഞ അടുത്ത അടയാളം എന്തായിരുന്നു? The moon would become red, right? ചന്ദ്രൻ രക്തതുല്യമായി തീരും. So on that night, the moon was red. ആ രാത്രിയിൽ ചന്ദ്രൻ രക്തതുല്യമായിട്ട് മാറുകയുണ്ടായി. May 19, 1780. 1780 അപ്രകാരം മെയ് മാസം 19 തീയതി അങ്ങനെ ഒരു ദിവസമായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. What would be the next sign after the moon was red? അപ്രകാരം ചന്ദ്രൻ രക്തതുല്യമായി മാറിയാൽ ശേഷം സംഭവിക്കുന്ന അടുത്ത അടയാളം എന്താണ്? The falling of the stars, right? നക്ഷത്രങ്ങളുടെ വീഴ്ചയാണ് അടുത്ത അടയാളം. So in 1831, 1831 Miller starts preaching. വില്യം മില്ലർ ഇതൊക്കെ കൂട്ടിക്കലർത്തി പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ, and he's saying the coming of the Lord is soon. യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപം എന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ, Get ready to meet him. യേശുക്രിസ്തുവിനെ കാണുവാൻ ഒരുങ്ങുവിൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, The signs are happening. ഓരോ അടയാളങ്ങളും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, the sun already became dark. സൂര്യൻ ഇപ്പോൾ തന്നെ ഇരുണ്ട നിറമായി മാറിക്കഴിഞ്ഞു എന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ, and the moon became red. ചന്ദ്രൻ രക്തതുല്യമായി എന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ, the next sign will be the stars falling. അടുത്ത അടയാളം നക്ഷത്രങ്ങൾ വീഴുന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, and what do you think happened? എന്തായിരിക്കും സംഭവിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? When in 1833, the stars fell from the firmament. 1831 അദ്ദേഹം ഇത് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ 1833 അദ്ദേഹം പറഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ ആലിപ്പഴം പോലെ താഴെ വീഴുവാൻ തുടങ്ങി. And I hope you don't get deceived by the people that say that this happened many times. ഇത് പലപ്പോഴും നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വില്യം മില്ലറിനെ ഇഴ്ത്തുവാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും ഇവിടെ വിശ്വസിക്കുവാൻ പോകരുത്. I heard somebody say, oh, the falling of stars happened in the time of Nero, in the time of Constantine or whatever. They just say it happened many times. അപ്രകാരമുള്ള നക്ഷത്രത്തിന്റെ വീഴ്ച പലപ്പോഴും നേരത്തെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇകഴ്ത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. But the interesting thing is that they say it without any evidence accompanying
to accompany what they say. എന്നാൽ അവര് പലതും പറയുന്നത് യാതൊരു വിധമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല, വെറുതെ ഒരാളെ തകർക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നവയായിരുന്നു. It is just an attempt to remove our faith. നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളയുവാൻ തക്കവണ്ണമുള്ള വെറും ഒരു വ്യാജ ശ്രമമായി മാത്രമേ നമുക്കതിനെ കാണുവാൻ കഴിയൂ. So don't be fooled by these allegations. ഇപ്രകാരമുള്ള വ്യാജ ആരോപണങ്ങൾ കേട്ട് നാം ആരും നിരാശരാകരുത്. The history points to one day as the falling of the stars. വേദപുസ്തകം ചരിത്രം പരിശോധിച്ചാൽ ഒരു ദിവസം ആണ് അപ്രകാരമുള്ള നക്ഷത്ര വീഴ്ചയെ കുറിച്ച് പറയുന്നത് എന്ന് കാണുവാൻ സാധിക്കും. And that was November 13, 1833. അത് സംഭവിച്ചത് 1833 നവംബർ മാസം 13 ആയിരുന്നു. We will stop here and we will continue in the next session on the falling of the stars. നക്ഷത്രത്തിന്റെ വീഴ്ച തുടങ്ങിയുള്ള ശേഷമുള്ള കാര്യാദികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് കടന്നു പോകാം. We will read the description that is in Joseph Bates' book, The Autobiography of Joseph Bates. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പഠിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ജോസഫ് ബേറ്റ്സിന്റെ ഓട്ടോബയോഗ്രഫി ഓഫ് ജോസഫ് ബേറ്റ്സ് എന്ന പുസ്തകത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. By the way, that book is available ഈ പുസ്തകം നമുക്ക് ലഭ്യമാണ് in English for now. ഇപ്പോൾ ആ പുസ്തകം ഇംഗ്ലീഷിൽ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. But by God's grace it will be in Malayalam also in the future. വേഗത്തിൽ ആ പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി എല്ലാവർക്കും നൽകുവാനായി സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവകൃപയിൽ പ്രാർത്ഥിക്കുന്നു. Please pray for this. ഇപ്രകാരമുള്ള വേലകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. And not only pray but act. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇത് ചെയ്യുവാൻ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. I wanted the books to be in Portuguese, which is my main language. എൻ്റെ യഥാർത്ഥ മാതൃഭാഷയായി പോർച്ചുഗീസിൽ ഈ പുസ്തകങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. So do you know what I did? ഞാൻ എന്താണ് പ്രാർത്ഥിച്ച് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? I started translating. ഞാൻ ആ പുസ്തകം കയ്യിലെടുത്ത് പരിഭാഷപ്പെടുത്തുവാൻ തുടങ്ങി എൻ്റെ മാതൃഭാഷയിൽ. And then I connected with other people that were translators and I passed to them to translate as well. അതോടൊപ്പം ആ ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്ന ധാരാളം പേരുമായിട്ട് ബന്ധപ്പെടുകയും അത് പരിഭാഷപ്പെടുത്തുവാൻ ധാരാളം പേരുമായിട്ട് ആ പുസ്തകം പങ്കുവെക്കുകയും ചെയ്തു. And the result is that today we have about 20 books of the pioneers in Portuguese. ഇന്ന് അതിന്റെ ഒക്കെ അനുഭവമായി മറുപടിയായി പോർച്ചുഗീസ് ഭാഷയിൽ പൈനീസിന്റെ പുസ്തകങ്ങൾ ഏകദേശം 20 എണ്ണം പരിഭാഷപ്പെടുത്തി എല്ലാവരുടെ കൈകളിലും എത്തിക്കുവാൻ സാധിച്ചു. So there's a mission for each one of us to do. അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെയുള്ള ഈ ഒരു ദൗത്യം നമ്മുടെ എല്ലാവരുടെ മേലും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. Okay, so we'll continue from the falling of the stars. അതുകൊണ്ട് അടുത്ത സെഷനിൽ നമുക്ക് നക്ഷത്രങ്ങളുടെ വീഴ്ച അവിടെ തുടങ്ങി വീണ്ടും ആരംഭിക്കാം. ഒരു ചെറിയൊരു ബ്രേക്ക്.